താല്പര്യമുള്ള യുവതികളുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നീ ആ ഷീലയുടെ മകന് വേണ്ടിയിട്ട് എഴുതുകയാണോ? എന്നതാടി അവന്റെ പേര്? ജിം. ആ, അവനെ കുറിച്ചാണോ നീ ദൈവഭക്തിയും വിനയവും ഒക്കെയുള്ള ചെറുപ്പക്കാരൻ എഴുതിയേക്കണത്? ഈ ഒരു ഒറ്റ അഡ്വർടൈസ്മെന്റ് മതി നരകത്തിൽ നിനക്കൊരു സീറ്റ് ഉറപ്പാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം എനിക്ക് അവനെ കുറിച്ച് ഇച്ചിരി മതിപ്പൊക്കെ ഉണ്ടായതാ. രാവിലെ അണിഞ്ഞൊരുങ്ങി വൃത്തിയായിട്ട് ആ ബൈക്കിൽ അങ്ങ് പോകുന്നത് കണ്ടാൽ ഏതോ നല്ല ഉദ്യോഗത്തിന് പോകുന്ന ലക്ഷണമുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് ഇതവൻ്റെ സ്ഥിരം പതിവാ, രാവിലെ കവല നിരങ്ങാൻ പോയതാന്ന്. അവന് വേണ്ടിയാ നീ പെണ്ണന്വേഷിക്കാൻ നടക്കണത്. അവന് ഇവിടുന്ന് ഒരു പെണ്ണ് വേണമെന്ന് ഭയങ്കര കടുംപിടുത്തവാ. അവൻ്റെ അമേരിക്കയിലുള്ള ഒരേ ഒരു ആൻറ്റി ഞാനല്ലേ. പിന്നെ ഞാനല്ലാതെ ആരാ അവനെ സഹായിക്കുന്നത്? ഒരു നല്ല ജോലി ഇല്ലെന്നുള്ളത് ഒരു കുറവുണ്ട് അവന്. പക്ഷേ ഇക്കാലത്ത് ഇച്ചിരി കൂട്ടി പറഞ്ഞില്ലെങ്കിൽ ഏത് കല്യാണാലോചനയാ പിന്നെ നടക്കുന്നത്? ഇച്ചിരി ആയിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നല്ലോ. ഇതിൽ നിന്റെ ഫോൺ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാം ഗുണ്ടല്ലേ? അല്ല, നുണ പറഞ്ഞ് കല്യാണം നടത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു രീതിയാണല്ലോ. പെണ്ണിന് പാലപ്പം ഉണ്ടാക്കാൻ അറിയാം, ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാം, അച്ചപ്പം ഉണ്ടാക്കാൻ അറിയാം. അപ്പം പോയിട്ട് ആ അപ്പത്തിന്റെ ചട്ടി പോലും അടുപ്പേ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കല്യാണ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്ത് ജോലിയാണെന്നാ പറഞ്ഞത്? അത് പോട്ടെ, ഫോണിൽ വിളിച്ച് എന്തോ പറഞ്ഞ 6 അടി പൊക്കമെന്നോ? എടി, അന്ന് ഞാനൊരു പുതിയ ഷൂ മേടിച്ചിട്ട് നോക്കിയപ്പോൾ അതൊക്കെ കയറി നോക്കിയപ്പോൾ നല്ല പൊക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, ഞാൻ നോടെ പറഞ്ഞ ഒന്നുമല്ല. ഷൂസ് ഈ സോഫായിൽ കയറി നിന്നെടുത്താൽ പോലും 6 അടി വരികയല്ലോ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ചിലപ്പോൾ ഇൻഷുറൻസിനായിരിക്കും. ഹലോ, ദിസ് ഈസ് ജോർജ്, തേക്കുമുട്ടിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഓക്കെ, ഹോൾഡ് ഓൺ. നിനക്കാ? ഹലോ, അതെ അതെ, ഞാനാ പരസ്യം കൊടുത്തത്. ഞാനാ പയ്യൻ്റെ ആൻറ്റിയാ. In our accounts, we are nearly fully invested and have been since January. David Halifnik, what are you doing in the market right now? Yes, sir, we don't think we're quite at the bottom yet. അതെ, ഫിലഡൽഫിയയിൽ നിന്ന് ഒരു മാത്യു വർഗീസ് ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? എന്തിനാ ഈ കണ്ടാ മനസ്സിലാകാത്ത പരിപാടിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? ഉറങ്ങാൻ ബെസ്റ്റ് ആടിയാ പ്രോഗ്രാം. ആന കാര്യത്തിന്റെ ഇടയില വല്ലതും കേൾക്കുന്നോന്ന്. നീ ആ ബ്രോക്കറിന്റെ കാര്യമല്ലേ പറഞ്ഞത്? പറ. കുന്തം. ആ പരസ്യം കണ്ടിട്ട് വിളിച്ചതാ. അങ്ങേർക്ക് ഒരു മോളുണ്ടെന്ന്, MBA കഴിഞ്ഞ് നിൽക്കുന്നു. അവള് വല്ലയിടത്തും നിൽക്കട്ടെ, നമുക്കെന്നാ. അവക്ക് വേണ്ടി ഒരു ആലോചനയാ. ഏതായാലും ഞാൻ അവരോട് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ജിമ്മിക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഫിലഡൽഫിയയിൽ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. ബ്രോക്കർ എന്നാ പറഞ്ഞേ? ഒരു നല്ല പയ്യനുണ്ടെന്ന്, ഞാൻ ഒന്നുകൂടെ കിട്ടുന്നോന്ന്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചേപ്പിച്ചു കൊതിപ്പിക്കില്ലേടി. മടുത്തു. ഫിലാഡൽഫിയ വരെ പോയിട്ട് വന്നപ്പോഴേക്കും ഒരു ടാങ്ക് ഗ്യാസ് തീർന്നു. $10-25 ടോളിനും ചിലവായി. ഏതായാലും കൊള്ളാം, നല്ല കുടുംബം. അതങ്ങേരാ കുപ്പി മുമ്പിലോട്ട് വെച്ചപ്പോഴേ ഞാൻ മുഖത്ത് കണ്ടതാ. അതല്ലേ, എനിക്ക് ഈ പച്ചക്കിരുന്ന് നുണ പറയാൻ പറ്റില്ല, അതുകൊണ്ടൊരു സ്മോൾ അടിച്ചതാ. ഏതായാലും നിന്റെ ജിമ്മച്ചൻ ഭാഗ്യവാനാ. ആ പെങ്കൊച്ചനെ കിട്ടിയാൽ അവൻ്റെ യോഗം എന്ന് പറഞ്ഞാൽ മതി. പെണ്ണിന് കളർ ഇച്ചിരി കുറവാണോ എന്നൊരു സംശയം. പിന്നെ മന്ദബുദ്ധി ആയിരുന്നാലും കുഴപ്പമില്ല, ഇക്കാലത്ത് പെണ്ണിന് കളറ് മതി അല്ലേ? കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നവന്മാരുടെ നോട്ടം വെളുത്ത സുന്ദരി പിള്ളേരാ. എൻഗേജ്മെന്റും കല്യാണവും അടുപ്പിച്ചടുപ്പിച്ച് നടത്തണമെന്നല്ലേ അവർ പറയുന്നത്? അല്ല, അവർ പറയുന്നതിലും കാര്യമുണ്ട്. അവൾ ജോലി തുടങ്ങിയല്ലോണ്ട് ലീവിന് ചോദിക്കാൻ ഒക്കുമോ? പക്ഷേ ഏപ്രിൽ എന്ന് പറയുന്നത് ഇനി 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. ഒരു വിധത്തിൽ അതും നന്നായി. പിള്ളേർക്ക് സ്പ്രിംഗ് വെക്കേഷൻ ഉള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാം. അവധി ചോദിച്ച് എൻ്റെ ഓഫീസിലേക്ക് ചെന്നാൽ മതി. ആ മാനേജർത്തുള്ള കഴിഞ്ഞ ദിവസം ചോദിക്കുക, എന്താ ജോർജേ, നിൻ്റെ അങ്കിൾമാർക്കൊക്കെ അസുഖം പിടിച്ചിട്ട് കുറച്ച് നാളായല്ലോ എന്ന്. എന്നിട്ടൊരു ചിരിയേ. കൂട്ടത്തിൽപ്പെട്ട വല്യപ്പന്മാരെയും വല്യമ്മമാരെയും എല്ലാം ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ നമ്പർ വരികയില്ല. നീയും പിള്ളേരും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. തന്നെയല്ല, ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ട് വന്നതല്ലേ. എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവുമാണ്. പക്ഷേ 2 ആഴ്ച കൊണ്ട്
ടിക്കറ്റ് എടുക്കണം, പേർച്ചേസിങ് എല്ലാം നടത്തണം. ചിന്തിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനാണ്. ഏതായാലും ആ സിപ്സും ട്രാവൽസിനെ ഒന്ന് വിളിക്കാം. സിപ്സുമോ? ഓ, ഫിലിപ്പിൻ്റെ ആ ട്രാവൽ ഏജൻസിയില്ലേ? ഓ, അതാണോ? വീടിൻ്റെ മൂലയ്ക്ക് ഒരു കമ്പ്യൂട്ടറുമായിട്ടിരുന്ന് ബിസിനസ് നടത്തണവനും പേരിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഏതായാലും 3 ടിക്കറ്റ് മേടിക്കണമല്ലേ, ഞാൻ തന്നെ പോയി മേടിച്ചോളാം. അവനെ കൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസി വഴി എടുപ്പിക്കണം. അത് ശരിയാ, നല്ല Mommy, ഐഡിയ. ഞങ്ങൾ spring break into plan എന്താ? All my friends are going to Disney World. ഡിസ്നി വേൾഡ് ഇവിടെ അടുത്തല്ലേ മോളെ. ഇത്തവണ മോള് പോകുന്നത് അങ്ങ് ദൂരെ ഒരു സ്ഥലത്തേക്കാണ്. Don't tell me we're going to India. It's so boring there. ആരും അവിടെ കളിക്കാനില്ല, എല്ലാരും ഓൾഡ് പീപ്പിളാ. കേട്ടല്ലോ, ഇത്തവണ കൊച്ചിന് കളിക്കാൻ നല്ല ന്യൂ പീപ്പിൾസിനെ കണ്ടുപിടിച്ച് കൊടുത്തോണം. കൊച്ചിനെ ബോറടിപ്പിക്കരുത് കേട്ടോ. No, I don't want to go. ആ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൂട്ടാ? മമ്മിയും ചേട്ടായും പോവല്ലേ, പിന്നെ ഡാഡി മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഞാൻ ഡാഡിൻ്റെ അടുത്ത് നിന്നോളാം, പ്ലീസ്. നോക്കട്ടെ. ശരി, മോനോൻ ആൻറ്റി ഇവിടുന്ന് എന്തുവാ കൊണ്ടുവരണ്ടേ? ഐഫോണോ? അതിനിപ്പം ആപ്പിൾ സ്റ്റോറിൽ കിട്ടും അല്ലേ? ആ, ശരി എന്നാ. ഓക്കെ എന്നാ, ബൈ. നാട്ടിലെ പിള്ളേരുടെ ഒരു കാര്യമേ, അവന് ഐഫോൺ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് വേണമെന്ന്. ഫ്രൂട്ട്സ് കടയിൽ നിന്ന് എങ്ങനെയാടി ഫോൺ മേടിക്കണേ? ഓ, ഇത് വലിയ ലിസ്റ്റാണല്ലോ, നോക്കട്ടെ. പാപ്പച്ചൻ അങ്കിൾ, റേബാൻ വെച്ച് നടക്കാൻ പറ്റിയ ഒരു പ്രായേ കോളേജ് കുമാരനല്ലേ? ഒന്ന് വേണ്ടാരി അച്ഛാ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ റബ്ബറോട്ടുകാരനെ കൂടെ വിളിച്ചു വരും, അവൻ എന്നാ വേണ്ടെന്ന്. നാട്ടിലൊരു കല്യാണത്തിനാ പോകുന്ന എല്ലാരും അവിടെ വരും, അപ്പൊ കൈവീശി പോകാൻ ഒക്കുവോ? ഇവിടെ 2 കൊല്ലം കഷ്ടപ്പെട്ട സമ്പാദിക്കാൻ പറ്റണത് നാട്ടിൽ പോയി ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് തീർക്കുമെന്ന് ഇവരുമല്ല അറിയോ? ഒരു കാര്യം ചെയ്യും, എന്റെ വീട്ടുകാർക്കുള്ള ഞാൻ മേടിച്ചോളാം, നീ അതൊന്നും മേടിച്ച് വിഷമിക്കണ്ട. എന്നാ നിങ്ങൾക്കുള്ള ടിക്കറ്റ് എത്ര വായിട്ട് അലച്ചാ പിന്നെ $800 ഒപ്പിച്ചെന്നറിയോ? $800? ആ, $800 ഉള്ളൂ. അത് നന്നായില്ല. ന്യൂയോർക്ക്, അറ്റ്ലാന്റ, ലണ്ടൻ, ദുബായ്, ഡൽഹി, കൊച്ചിൻ. ഇത് കൊള്ളാലോ. അതിലും വേറെ ഇവിടുന്ന് നടന്നു തുടങ്ങിയാൽ ഇതിൽ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ. KSRTC ബസ്സിനേക്കാളും കൂടുതൽ സ്റ്റോപ്പ് ഉണ്ടല്ലോ. ഇത് ഒരു 2-3 സ്റ്റോപ്പ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? ഒരു ടിക്കറ്റ് $250 ലാഭം, അറിയോ? എന്റെ അച്ഛൻ, ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ ഈ സ്റ്റോപ്പ് എല്ലാം ചെയ്ത് എന്തുവാ ഇത്? ഇതിലും എന്ത് ഏൽപ്പിച്ചാലും ഇരട്ടി പണിയാ. ഇനി ഞാൻ ശരിയാക്കിക്കോളാം ഇത്. നീ ഒന്ന് അമർത്തി തുടക്കടാ, ആ വണ്ടിക്ക് വേദനിക്കൊന്നുമില്ല. തുടച്ച് ഇതിൻ്റെ മുകളിലെ പെയിൻറ് പോയി തുടങ്ങി, അതിനുള്ളിലെ തുരുമ്പ് കാണാം. ഇനിയും അമർത്തി തുടച്ച ഇതിനുള്ളിലെ പാർട്സും കൂടെ കാണാം. അല്ല ചേട്ടായി, ഈ ചേച്ചി പോയി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ വണ്ടി കിട്ടത്തില്ലേ? കിട്ടൂടാ, അവൾ നാട്ടിൽ പോയിട്ട് കഴിഞ്ഞ് വേണം എല്ലാ വീക്കെൻഡിലും നമുക്കൊന്ന് ചെത്താൻ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. എടാ, എന്നാലും ചക്കിമോൾ ഉടക്കി നിൽക്കുക. മത്തായി കുഞ്ഞിനെ കൊണ്ട് പ്രശ്നമില്ല, അവന് നാട്ടിൽ പോകാൻ ഇഷ്ടമാണ്. നാട്ടിൽ പോയാൽ അവന് ഇഷ്ടം പോലെ കളിക്കാൻ കൂട്ടുകാരും ഉണ്ട്. തന്നെയല്ല, എൻ്റെ ശല്യം ഉണ്ടാവുകയല്ലോ. ഒരു കൊച്ചു കുട്ടിയെ പറ്റിക്കാനാണ് ഇത്ര പാട്. കൊച്ചു കുട്ടിയാണെങ്കിലുണ്ടല്ലോ, ആവശ്യമില്ലാത്ത കാര്യത്തിന് അവൾക്ക് വലിയ ബുദ്ധിയാണ്. അതിനൊക്കെയുള്ള നമ്പർ എൻ്റെ കയ്യിലുണ്ട്. നീ അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുകയാണെങ്കിലുണ്ടല്ലോ, നിനക്ക് ഞാനൊരു ഐസ്ക്രീം മേടിച്ചു തരാം. ഒരു ഐസ്ക്രീമിലൊന്നും നിൽക്കത്തില്ല. ഒരു MP3 പ്ലെയർ. MP3 പ്ലെയർ അല്ല, MP4 പ്ലെയർ നിനക്ക് ഞാൻ മേടിച്ചു തരാം. റിയലി? ആ, പ്രോമിസ്? അല്ലടാ, അതിനൊക്കെ എന്നാ വില വരൂടാ? സ്റ്റാച്ചു കണ്ട് ഞാൻ കണ്ണ് ചിമ്മി ഞാൻ ജയിച്ചേ. No. യെസ് No. യെസ്. Whatever. ചക്കിമോളുടെ ഒരു ഭാഗ്യം. നാട്ടിൽ ചെല്ലുമ്പോൾ ഡീഗാലാൻഡിൽ പോകുന്നെന്ന് മമ്മി പറഞ്ഞല്ലോ. എന്നോ രസമാണെന്നറിയോ? ഞാൻ ഒറ്റത്തവണയേ ഉള്ളൂ പോയിട്ടുള്ളൂ. What's Digoland? ഡീഗാലാൻഡ് കേട്ടിട്ടില്ലേ? ഈ വെള്ളച്ചാട്ടവും ഉലർസലും ഒക്കെ ഉള്ള. Like rides? അതും ഉണ്ടാകും. അവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല. Is it big? ബെസ്റ്റ്. എൻ്റെ 1-2 ഫ്രണ്ടിനെ അതിൻ്റെ അകത്ത് കാണാതെ പോയിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടേ ഇല്ല. Really? Is it big as Disneyland? ഡിസ്നി വേൾഡൊക്കെ ഡീഗാലാൻഡിനെ കോപ്പി അടിച്ചായിരിക്കും. Really?
എടാ ബാഗ് ഒന്ന് പിടിച്ചു കൊടുക്കാന്. ദേ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ ആ വാൾമാർട്ടിലൊന്ന് പോയി. എല്ലാത്തിനും അവിടെ നല്ല സെയിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഡോളർ കടയിൽ ഒന്ന് കയറി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ആ കണ്ടോ, നല്ല ഫസ്റ്റ് ക്ലാസ്സാ. പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാ. ഊവ അല്ല UV. ആ അതൊക്കെ ഉള്ളതാ. നീ വേണേ പറഞ്ഞ എടുത്തോടാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഈ റേബാൻ അല്ലാത്ത വേറെ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും. ദേ ഇത് നാട്ടിൽ കൊണ്ട് ആർക്കെങ്കിലും കൊടുത്താൽ എന്ത് സന്തോഷമായിരിക്കും അറിയാവോ. ആ പൊടിയൊന്നും അടിക്കാതെ അവർക്ക് അത് വെച്ചോണ്ട് നടക്കുകയും ചെയ്യാൻ മേലെ. ഇതിന്റെ ബിസ്ക്കറ്റോ? അത് പൊട്ടിക്കാടാ, നാട്ടിൽ കൊണ്ടാണല്ലോ. അവിടെ പോയി എന്നെ കണ്ടാലും തടിക്കണം. ആ എന്തൊക്കെ കണ്ടോ വാച്ച്. ഇതുപോലത്തെ ഒരു 8-10 മേടിച്ചു. ഇത് $8 ഇതിൻ്റെ വില. എനിക്ക് $2 കിട്ടി. ഞാൻ കുറേയെങ്കിലും മേടിച്ചു. നാട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകുകയല്ലേ. നീ ഒരു കാര്യം ചെയ്യാം, വരിക്കില്ലാത്ത മത്തായി ചേട്ടന് ഇത് കൂട്ട് ഒരെണ്ണം കൊടുത്തേരാ കേട്ടോ. എന്നാ അതിന് സന്തോഷമായിക്കോളും. ഇതോ? ആ അവർക്ക് ഈ പടവും ഈ കളറൊക്കെ കാണുമ്പം അവർക്ക് അത് അവരുടെ കണ്ണിൽ പെട്ടുത്തോളും. ഇത് 1 മാസം ഓടത്തുള്ളൂ. അതിനല്ലേ ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണേ. നീ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പേ മത്തായി ചേട്ടൻ ഇത് കൊടുക്കാവുള്ളൂ. അങ്ങ് കൊടുക്കുമ്പോൾ ഇത് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഓണാക്കി കൊടുത്തേക്കുക. നീ ഇങ്ങ് പോന്നു കഴിഞ്ഞത് ഓടിയാലും ഇല്ല നിനക്കൊന്നും പോകാനില്ലല്ലോ. അങ്ങ് കൊടുത്തേരെ. ഇത് എന്നാ അച്ചായോ? ഇടി എന്നെ കണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. മണക്കാടാ. അവിടെ വെയ്, കൂടൊന്നും പൊട്ടിക്കരുത്. ഇതെന്നതാടി? ഇത് പോളോ സ്പ്രേ എൻ്റെ ചേട്ടന് കൊടുക്കാൻ. എടി ഇത് 2 ഉണ്ടല്ലോ. ഒന്ന് എൻ്റെ ചേട്ടനും കൊടുക്കാടി. ഇത് ഒന്ന് പെർഫ്യൂമും ഒന്ന് ആഫ്റ്റർ ഷേവ് ലോഷനുമാ. അത് ശരി, ഇത് കണ്ടാൽ ഒരുപോലെ ഇരിക്കണമല്ലോ. ഒരു കാര്യം, ഇതിന് എന്നാ വില? $50. $50? ഞാൻ മേടിച്ചിങ്ങ് എടുത്തേടാ. ഇത് കണ്ടോ, $1 ഇതിന് വിലയുള്ളൂ. ഇത് കൂട്ട് 50 മേടിക്കാൻ മലഞ്ഞോ നിനക്ക് ആ ഡോളർ കടയിൽ പോയെങ്കിൽ. നീ ആ പാപ്പച്ചനങ്ങളിൽ മേടിച്ച റേബാൻ്റെ ഗ്ലാസിങ് എടുത്തുണ്ടോ നീ? ദേ അതിങ്ങ് എടുത്തിട്ട് ആ കൂട്ടിലേക്ക് ഇത് കൂട്ട് ഒരെണ്ണം വെച്ചാൽ മതി. അങ്കിൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാ റേബാൻ തന്നെ വേണോന്ന്. ഞാൻ 2 വർഷം പുള്ളിയുടെ വീട്ടിൽ താമസിച്ച് കോളേജിൽ പോയി പഠിച്ചതാ. നിന്റെ കോളേജ് പുറമാണ് ഒന്നും പറയണ്ട. നമ്മുടെ ചക്കിമോളുടെ മാമോശ നാട്ടി വെച്ച് നടത്തിയപ്പം അങ്ങേര് പറഞ്ഞ തോന്നിവാസത്തിന് അങ്ങേർക്ക് റേബാൻ അല്ല കൊടുക്കേണ്ടത്, എനിക്കറിയാം. അത് അങ്കിളുടെ കുറ്റം മാത്രമല്ല. മഴക്കാലത്ത് കൊണ്ട് പന്തലിൽ പരിപാടി വെച്ചാ പിന്നെ എങ്ങനെയാ നടക്കുന്നത്? അവിടെ ഹാള് കിട്ടാഞ്ഞിട്ടില്ലേ ഞാൻ വീട്ടിൽ ചോരാപ്പം. അത് നേരത്തെ ബുക്ക് ചെയ്തോടായിരുന്നോ ഹോള്? ഹാളിന്റെ കാര്യമല്ല, പുള്ളി അന്ന് പറഞ്ഞ തോന്നിവാസം നീ ഓർമ്മണ്ടോ? അത് ഞാൻ അത് പറഞ്ഞല്ലേ, കള്ള് വെക്കരുതെന്ന് പറഞ്ഞില്ലേ? കള്ള് വെക്കരുതെന്ന് പറഞ്ഞ കള്ള് കൊടുക്കാതിരിക്കാനൊക്കെ പുള്ളി വന്നപടി 2 ലാർജ് അങ്ങ് വിട്ടിട്ട് എന്ത് തോന്നിവാസം എന്ന് പറഞ്ഞാൽ നിനക്ക് ഓർമ്മ വെച്ചില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമായിരുന്നോ? അത് വെച്ചാലും വെച്ചില്ലെങ്കിലും പുള്ളി എവിടെന്നെങ്കിലും വന്ന് അടിച്ചോണ്ടിരിക്കും. നിന്റെ അങ്കിളായോണ്ട് ഞാനൊന്നും ഉണ്ടാവില്ല. എനിക്ക് അറിയാൻ പറ്റാല്ല വിടാ പറയാം. അങ്കിളിന്റെ കൂടെ നിന്ന് ഞാൻ എത്ര നാളെ എന്നെ നോക്കിയതാണെന്നറിയോ? നിന്നെ നോക്കി നീ അവിടുത്തെ അടുക്കളപ്പടി മുഴുവൻ ചെയ്തിട്ടല്ലേ നീ അവിടെ വെച്ചിട്ട് വല്ല തിന്ന് കോളേജ് അവിടെ നിൽക്കുമ്പോ ഇച്ചിരി സഹായം ചെയ്യുന്നതിന്. അത്യാവശ്യം എല്ലാ കൂട്ടവും വെച്ചോന്ന് നോക്കി കേട്ടോ. ഈ കണ്ണാടിയൊക്കെ പൊട്ടാതെ അങ്ങ് എത്തിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. കണ്ണാടിയൊക്കെ അവിടെ കിട്ടും. ഒന്നും കൊണ്ടുപോയില്ലേലും ഈ പാക്കറ്റ് ഒന്ന് കൊണ്ടുപോകണം. എൻ്റെ ആ മാനേജറുടെയാ, അതിൻ്റെ തള്ളയ്ക്ക് വേണ്ടുള്ള ആന ഒരു ആൾക്കാരെ വന്ന് മേടിച്ചിട്ട് പൊക്കോളും. 3 പാഴ്സൽ സർവീസ് ഓൾറെഡി ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെ കയറ്റുമെന്നോ വിചാരിച്ചിരിക്കുമ്പോഴാണ് അതാണ്ട് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതൊക്കെ നിന്റെ സിൽബന്ധിക്കാരുടെയാ. എനിക്ക് ഈ ഒരെണ്ണം ഉള്ളൂ. ഇതൊന്ന് കൊണ്ടുപോകണം, അത് കൊടുത്തേക്കണം. ഇല്ലേ പിന്നെ ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കയറ്റിയാൽ എങ്ങനെ പെട്ടി അടയ്ക്കുന്നേ? നമുക്ക് നോക്കാം. ഈ സോപ്പ് ആർക്കാടി? ഇത് ഒരാൾക്കാണോ ഇത് കൊടുത്തത്? അതാ സൂസി ചേച്ചിക്ക് കൊടുക്കാനാ. ഇത് മുഴുവൻ സൂസി ചേച്ചിക്കോ? പിന്നല്ല എടി അത് ഇത് കൂട്ട് 2 ആ ചേച്ചിക്ക് കൊടുത്താൽ മതി. അതിന്റെ 2 പിള്ളേർ ഗൾഫിലുണ്ട്. അവർക്ക് 4 സോപ്പൊക്കെ കിട്ടാനുണ്ട്. എൻ്റെ അച്ഛാ ഒന്നും മിണ്ടായിരിക്കും. നാണക്കേടാ ഓരോ ബാർ സോപ്പായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. നീ ഇത് മുഴുവൻ ഇടാൻ കൊണ്ടറി. ഒരാൾക്ക് കൊടുക്കാനേ കാണുള്ളൂ സോപ്പ് കൊണ്ടായാലും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ കൂടെ ഇല്ലെന്ന് ഓർത്തോണ്ട് തേക്കുമൂട്ടി പോകാതിരുന്നേക്കരുത്. അപ്പച്ചനും അമ്മച്ചിക്കും പിന്നെ അത് മതി. വലിയ പ്രശ്നം. അച്ചായോ ഞങ്ങൾ ചെന്നാലുടനെ ആദ്യത്തെ 2 ദിവസം വീട്ടിലോട്ടാ പോകുന്നത്. പിന്നെ പിള്ളേർ ആ ബാത്റൂമിന്റെ ഒക്കെ ഇത് കാരണം എത്ര ദിവസം അവിടെ നിൽക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അതൊരു പ്രശ്നമാണ് അവിടെ. ഞാൻ അത് എത്ര പ്രാവശ്യം ഞാൻ നമ്മൾ പറഞ്ഞ് ബാത്റൂമിന് ചെയ്യാനായിട്ട് രൂപ അയച്ചു കൊടുത്തതല്ലേ. എന്നിട്ട് എന്തോ സംഭവിച്ചത്? അത് ഞാൻ പറയാഞ്ഞിട്ടാണോ? അപ്പച്ചന് ബോധമില്ലെങ്കിൽ ചേട്ടനെങ്കിലും അത് മനസ്സിലാക്കണ്ടേ. അവസാനം പുള്ളി ഉണ്ടാക്കി വെച്ച ഒരു പന്നിക്കക്കൂസ്. അവിടെയാണ് ഇപ്പൊ വെള്ളത്തിന് ക്ഷാമാന്നാ കേട്ട. ലോറിക്ക് വെള്ളം അടിക്കണമെന്നൊക്കെ ഇന്നാൾ വിളിച്ചപ്പോൾ പറഞ്ഞു. ചേട്ടനോട് അനിയനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യായിരുന്നോ? എന്നിട്ട് പിന്നെ കഴിഞ്ഞ വർഷം പിന്നെ അയച്ചു കൊടുത്തേക്കുന്ന കാശ്. എന്നിട്ട് എന്തുണ്ടായി?
നീ ഇപ്പൊ പട കൂടണ്ട, ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്. പിന്നെ ആ കൊച്ചിന്റെ മേത്ത് തൂക്കാനുള്ള ക്രീം എടുത്തോ. കൊതുക്, അവിടെ കൊതുകിന്റെ ശല്യമുള്ള സ്ഥല. കൊതുവിന്റെ കാര്യം പറയാൻ വേണ്ട, അവിടെ ഒരു കൊതുവാല പോലും ഇല്ല ബെഡിന്റെ മേളില്. അതൊക്കെ അവിടെ കാണും, വീട്ടിൽ കാണും. നീ ഒരു കാര്യം വീട്ടിൽ ചെയ്യ്, കാണും. നമ്മളാ ഇൻഡസ്ട്രിയിൽ നിന്ന് മേടിച്ച ബക്കില്ലറില്ലേ, അത് രാത്രിയിൽ അങ്ങ് തെളിച്ചിട്ടാ മതി. കൊതുക് വന്നാൽ അതിനകത്ത് കയറി ചത്തോളും. അത് ബക്കില്ലർ കൊച്ചിന് അലർജിയാ അത്. എന്നാ ഒരു കാര്യം ചെയ്ത്, കൊതുക് പോലെ അവിടെ കാണും, പണ്ട് മേടിച്ച തട്ടുമ്പുറത്ത് കാണും. തട്ടുമ്പുറത്ത് പൊടി പിടിച്ചിരിക്കുന്ന ഇനി ഇപ്പൊ പോയി തട്ടിയെടുക്കാൻ. അത് നീ ഇവിടുന്ന് പോകുന്ന കഴിയുമ്പോൾ ഞാൻ വിളിക്കുമല്ലോ. വിളിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം, അത് വെയിൽ തിട്ടൊന്ന് ഉണങ്ങി എല്ലാം ഒന്ന് ചൂടാക്കി വെച്ചേക്കാൻ കേട്ടോ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ നേരത്തെ ആലോചിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഈ കല്യാണക്കാര്യവും നിന്റെ പോക്കും ഒക്കെ പെട്ടെന്ന് വന്നതല്ലേ, ഞാൻ എന്നാ ചെയ്യാനാ? ഇതിപ്പോ ആലോചിച്ച കേസാണോ? ഇതിപ്പോ കൊതുവാല വെച്ചാൽ അപ്പച്ചനും അമ്മച്ചിക്കും കിടക്കാമല്ലോ കൊതുകടി കൊള്ളാതെ അതിന്റെ അടിയിൽ. അതുകട മേത്ത് തൊലിക്കട്ടിയുള്ള ആ കൊതുകൊന്നും കടിക്കല. ആ ഇറുകറി, നീ ആ സ്കെയിൽ കൊണ്ടുവന്നോ? പിന്നെ സ്കെയില് ഇത് എന്നാത്തിനാ? ഇതാ സ്കെയില്. ഇത് കണ്ട് നിന്റെ എന്നെ അളക്കാനാടാ? ഇതിനാ ഞങ്ങളുടെ നാട്ടിൽ സ്കെയിൽ എന്ന് പറയുന്നത്. എടാ നിന്നോട് ഇത് തൂക്കി നോക്കാനുള്ള സ്കെയിൽ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞേ. ഓ ആ കുന്തം. ഇതെന്നാടാ കയ്യിലൊരു പൊതിക്കെട്ട്? ഇത് വല്യമ്മച്ചിക്ക് ഫ്ലവർ, റോസ് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. എടാ ഇത് നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഇത് വാടി അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയല്ലേ. ഇത് പ്ലാസ്റ്റിക്കാ. അല്ല ഇത് മേടിക്കാൻ മലബാറിൽ കിടക്കണം നിന്റെ വല്യമ്മ കോട്ടയത്തിന് വരുമോ? ഓ ഇത് ഞാൻ അവനോട് പറഞ്ഞതാ, കൊണ്ടുവന്നേ ഞാൻ കൊണ്ടുപോയിക്കോളാം. തുറക്ക് വെച്ചേ. ഒരു കാര്യം ചെയ്യ്, വല്യമ്മച്ചിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, നീ ഇത് മലബാറിന് കൊണ്ടു കൊടുക്കട്ടോ, ഒരു വണ്ടിയൊക്കെ വിളിച്ച്. ചേച്ചി വഴക്കുണ്ടാക്കാതെ അങ്ങോട്ട് പൂട്ടും. ഇനി വല്ലതും ഉണ്ടോടി വരാൻ? ചേട്ടാ ഈ പെട്ടിയുടെ കനം നോക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുവാണോ? ആ പെട്ടിയോടെയും ചേട്ടായി അങ്ങ് പോവുകയാണോ? എടാ അതാ എക്സ്പീരിയൻസ് എന്ന് പറയണത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ എല്ലാം കെട്ടിപ്പറക്കി എയർപോർട്ടിൽ ചെന്നു. അവിടെ ചെന്ന് തൂക്കി നോക്കിയപ്പം ഓരോ പെട്ടിയും 10 കിലോ വെച്ച് കൂടുതലാണ്. അവസാനം ഓവർ വെയ്റ്റിൻ്റെ കാശും കൂടെ കൊടുക്കേണ്ടി വന്നു. നീ ആദ്യം ഞാൻ എത്ര കിലോ ഉണ്ടെന്ന് നോക്ക്. 170 കിലോ. 170 കിലോയോ? ആ. ഞാൻ എടാ ആനയാണോ? എടാ അതിൻ്റെ അടിയിലുള്ള ആ നമ്പർ നോക്ക്. 77. ആ 77 ഓർമ്മ വേണം കേട്ടോ. 77 ഓർത്തിരുന്നോണം. ഇനി ഈ വെയിറ്റിൽ നിന്ന് എൻ്റെ വെയിറ്റ് അങ്ങ് കുറയ്ക്കാം. 113 77 പോയാൽ 7 3 പോയാൽ ശിഷ്ടം 4. ഓ നീ ശിക്ഷിച്ചും കുടിച്ചും വരുമ്പോഴത്തേന് എൻ്റെ ഒരു പരുവത്തിലാവും. നീ അത് ഓർത്ത് വെച്ചേരെ. ആ നമ്പർ മൊത്തം ഒന്ന് ഓർത്ത്, ഇപ്പം മൊത്തം എത്രയാണെന്ന് ഓർത്ത് വെച്ചേരെ കേട്ടോ. ഓക്കെ. അയ്യോ മാഞ്ഞുപോയി. ഹലോ, ആ ജോണ ഞാനാ. അവരൊക്കെ പോയി കൃത്യസമയത്തായിരുന്നു. അതേ നീ ആ രാജുവിനെയും ക്രിസ്റ്റിനെയും കുട്ടിക്കോ, ബാക്കിയുള്ളവരൊക്കെ ഞാൻ വിളിച്ചോളാം. ഓ ശരി. അവർക്കും കൂടെ ആകുമ്പം 56 ആളായല്ലോ, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ പിന്നെ സമയങ്ങളെ ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ പേടിക്കാനായിരിക്കണേ. 2-3 ആഴ്ചത്തേന് നമുക്ക് ഇവിടെ തന്നെ കൂടാം. ശരി എന്നാൽ പെട്ടെന്ന് പോരെ. ഓക്കെ എന്നാൽ. ഇതാരാ പോലെ ഈ കൊച്ചു എളുപ്പാകാലത്ത്. ഹലോ ആരാ? ജോർജാണോ? മത്തായി ചേട്ടനാണേ. എന്നാ മത്തായി ചേട്ടായി രാവിലെ? മത്തായി ചേട്ടൻ എവിടുന്നാ വിളിക്കണേ? STD ബൂത്തിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് അങ്ങ് തിരിച്ച് വിളിക്കാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് മൊബൈലിലാണ് ഞാൻ വിളിക്കുന്നത്. നിന്റെ അഡ്രസ്സ് ഒന്നും ഇങ്ങോട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടേ. അതെന്തിനാ ചേട്ടാ? നിനക്ക് കുറച്ച് പൈസ അങ്ങോട്ട് അയച്ചു തരാനാ. നീ കൊടുത്തു വിട്ട വാച്ച് കിട്ടി. അത് എവിടെ നിന്നാടാ ഈ ചീപ്പ് സാധനം കിട്ടിയത്? അയ്യോ, വല്ല ഹോൾമാർട്ടിൽ നിന്നോ അതോ നീ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം?
ചേട്ടാ അത് പിന്നെ ഹലോ ഹലോ ഹലോ